കിട്ടി. ഒരു ദിവസം ഫുഫു ജിറാഫ് വീട്ടിലേക്ക് പോകുകയായിരുന്നു. അവളുടെ തോളിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ബാഗ് നിറയെ പഴങ്ങളും. ഫുഫു വീട്ടിലെത്തി ബാഗ് തുറന്നു നോക്കി. ബാഗിൽ ഒറ്റ പഴം പോലുമില്ല. അപ്പോഴാണ് അറിയുന്നത് ബാഗിന്റെ അടിവശം കീറിയിരിക്കുന്നു. അതുവഴിയാണ് പഴങ്ങളെല്ലാം ചാടിപ്പോയത്. പാവം ഫുഫുവിന് സങ്കടമായി. അവൾ വിഷമിച്ചിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് സൈക്കിളിന്റെ ബെല്ല് കേട്ടത്. ഫുഫു മുറ്റത്തിറങ്ങി നോക്കി. ചിച്ചുക്കരടിയായിരുന്നു അത്. കയ്യിൽ ഒരു സഞ്ചിയുമുണ്ട്. എന്തു പറ്റി ഫുഫു വിഷമിച്ചിരിക്കുന്നത്? എന്റെ കയ്യിൽ നിന്നും പഴങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ചിച്ചുക്കരടി സഞ്ചി ഫുഫുവിന് കൊടുത്തു. ഫുഫു അത് തുറന്നു നോക്കിയതും ഞെട്ടിപ്പോയി. കാണാതെ പോയ പഴങ്ങൾ അതാ സഞ്ചിയിൽ. ഫുഫുവിന് പിന്നാലെ ചിച്ചു സൈക്കിളിൽ വരുന്നുണ്ടായിരുന്നു. താഴെ വീണ പഴങ്ങളെല്ലാം ചിച്ചു വാരിയെടുത്തു. അതാണ് അവൻ കൊണ്ടുവന്നു തന്നത്. ഫുഫു ചിച്ചുവിന് നന്ദി പറഞ്ഞു. താങ്ക് യു ചിച്ചു. ചിച്ചു സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങി.